ചില കൃതികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഗുരു പ്രയോഗിച്ചിരിക്കുന്ന ചില അലങ്കാര രീതികളുണ്ട്. അവിടെ പ്രയോഗിച്ച് വെച്ചിരിക്കുന്ന വാക്കുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരുദേവന് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു അലങ്കാര രീതിയാണ് യമകം എന്ന് പറയും മലയാള സാഹിത്യത്തിൽ. യമകം, ഗുഹാഷ്ടകം ചൊല്ലുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരേ വാക്കുകൾ പല അർത്ഥങ്ങളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരേ വാക്കുകൾ. മാന്യം മുനിഭിരമാന്യം മഞ്ജുജടാസർപ്പം ചിതകന്ദർപ്പം ആകൽപാമൃത തരള തരംഗമനാസംഗം സകലാസംഗം ഭാസാഹ്യദരിത ഭാസ്വന്തം ഭവികസ്വാന്തം ചിദഭീസ്വാന്തം കാമം കാമനികാമം പ്രണമത ദേവേശം ഗുഹമാവേശം. ഒരേ വാക്കുകൾ പല അർത്ഥത്തിൽ പ്രയോഗിക്കുക. മറ്റൊരിടത്തുണ്ട് ഇത് ഷൺമുഖദശകത്തിൽ നല്ല സുന്ദരമായിട്ട് യമകം പ്രയോഗിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നോ, നല്ല ഭംഗിയായിട്ട് കൂറിൽ കൂറുണ്ട് വെണ്ണീർ നറുമലർ കളഭക്കൂട്ടണിഞ്ഞുൾവിളങ്ങും മാറും മാറും മനത്തീയ അരിയ കൊടുമുടിക്കാതലെൻ കല്ലു നെഞ്ചേ തേറും തേറും തിരഞ്ഞീട് അകമലരൊളിവുള്ള തിരുക്കോലം എന്നാൽ നീറും നീറും നിരപ്പേ നിരയ നിരയും അമ്പയും അയ്യമ്പവമ്പും. ഒരേ വാക്കുകൾ പല അർത്ഥത്തിൽ. കൂറിൽ കൂറുണ്ട്. കൂറെന്ന വാക്കിന് സ്നേഹം എന്നർത്ഥമുണ്ട്, ഭക്തി എന്നർത്ഥമുണ്ട്, ഇഷ്ടമെന്നർത്ഥമുണ്ട്, വാത്സല്യം എന്നർത്ഥമുണ്ട്. കൂറിൽ കൂറുണ്ട്. തന്നോട് ഭക്തിയുള്ള ജനങ്ങളിൽ ഭഗവാന് വാത്സല്യമുണ്ട്. കൂറിൽ കൂറുണ്ട്. വെണ്ണീർ നറുമലർ കളഭക്കൂട്ടണിഞ്ഞുൾവിളങ്ങും മാറും. വെണ്ണീറും നറുമലരും കളഭക്കൂട്ടുമൊക്കെ അണിഞ്ഞ് നല്ല പ്രകാശിക്കുന്ന ഭഗവാന്റെ വൃഷ്ടിപ്രദേശത്തെ, നെഞ്ചിന്റെ പ്രദേശത്തെയൊക്കെ നന്നായിട്ട് ധ്യാനിച്ചുറപ്പിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും, ഭഗവാന്റെ മാറിടമൊക്കെ നന്നായിട്ട് ചിന്തിച്ചുറപ്പിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും മനത്തീയും മാറും. അരിയ കൊടുമുടിക്കാതൽ, അരിയ കൊടുമുടിയായ പളനിയുടെ കാതൽ സാരമായിരിക്കുന്ന എൻ്റെ മുരുകാ, നിന്റെ സ്വരൂപമൊന്ന് നന്നായിട്ട്, നിന്റെ മാറിടമൊക്കെ ഒന്ന് നന്നായിട്ട് ഹൃദയത്തിൽ കണ്ട് ധ്യാനിച്ചു ചിന്തിച്ചുറപ്പിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറും. പിന്നെയോ എൻ കല്ലു നെഞ്ചേ തേറും, എൻ്റെ കല്ലുപോലിരിക്കുന്ന ഹൃദയമേ, കാഠിന്യമുള്ള ഹൃദയമേ തേറും. നീ ഒന്ന് വിശ്വസിക്ക്. തേറും തിരഞ്ഞീട്, വർദ്ധിച്ച ഭക്തിയോടെ നീ അന്വേഷിക്ക്. അകമലരൊളിവുള്ള തിരുക്കോലമെന്നാൽ, നല്ല ശുദ്ധമായ പുഷ്പം പോലെ പ്രകാശം ചൊരിയുന്ന ഭഗവാന്റെ തിരുക്കോലത്തെ നീ ഒന്ന് നന്നായിട്ട് ചിന്തിച്ചാൽ നീറും, നിന്നിലാ ഭഗവാൻ അലിയും. നീറും നിരപ്പേ, മൂടോടെ ഇല്ലാതെയാകും, എരിഞ്ഞു ചാമ്പലാകും. എന്ത്? നിരയ നിരയും അമ്പെയ്യുമയ്യമ്പവമ്പും. നരകങ്ങളുടെ നിരയും അമ്പെയ്യുന്ന കാമന്റെ വമ്പുമൊക്കെ മൂടോടുകൂടി ഇല്ലാതെയാകും. യമകം എന്ന വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ വാക്കുകൾ പല അർത്ഥത്തിൽ പ്രയോഗിക്കുക. നിപുണനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്രകാരം പദങ്ങളെ കോർത്തു 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 വെച്ച് മാലകൾ ഉണ്ടാക്കുവാൻ. അത്ര സുന്ദരമായ മാലകളാണ് ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എല്ലാം തന്നെ. അകാരാതിക്രമത്തിൽ കേശാദിപാദ ധ്യാനത്തിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി ഗുരു എഴുതി വച്ചിരിക്കുന്ന ഒരു കൃതിയുണ്ട്. അതിനു പേർ ഷൺമുഖ സ്തോത്രം എന്നാണ്. ആ ഈ ഉ എന്ന ക്രമം തുടങ്ങി കാ വരെ അവസാനിക്കുന്ന കേശാദിപാദ ധ്യാനം തൊട്ട് അദ്വൈത ദർശനവും ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും എണ്ണി 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 കോർത്തു വെച്ചിരിക്കുന്ന ഷൺമുഖ സ്തോത്രം. അർക്കബിംബമൊരാറുതിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളിത്തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാൻ ഒഴുകിയിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണം എപ്പോഴും ഗുഹ പാഹിമാം. ആർമതിയോടെതിർത്ത് എന്ന് തുടങ്ങുന്ന അകാരാതിക്രമത്തിൻ്റെ ഏറ്റവും
എളുപ്പമുള്ള ലളിതമായ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് സുന്ദരമായ സഖ്യഭാവ ഭക്തിയിൽ ലയിപ്പിച്ചെഴുതിയ ഷൺമുഖ സ്തോത്രം എന്ന കൃതി മല്ലികാവൃത്തത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ, ശ്രദ്ധരയിൽ ഉയർന്നു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്ന മന്ത്രസംസ്കാരത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ആവാഹിച്ച ബാഹുലേയാഷ്ടകം അവിടെ ഗംഭീരമായി വിരാജിക്കുന്നുണ്ട്. സംസ്കൃത ഭാഷയിൽ ബീജാക്ഷര ധ്യാന സമ്പ്രദായ രീതിയെ ചേർത്ത് വെച്ചിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ, ജപിക്കുവാൻ, അതുവഴി ശരിയായ മന്ത്രസംസ്കാരത്തിലേക്ക് ഉയരുവാൻ ശ്രീനാരായണ ഗുരുദേവൻ എനിക്കും നിങ്ങൾക്കും തന്ന അവസരമാണ് ബാഹുലേയാഷ്ടകം എന്ന് പറയുന്നൊരു കൃതി. അത് ചൊല്ലിയിട്ടുള്ളവർക്കറിയാം. നമ്മുടെ ഭാരതത്തിൽ മന്ത്രസംസ്കാരമുണ്ട്. മന്ത്രങ്ങളെ ഉപയോഗിച്ച് ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജമുണ്ട്. പാശ്ചാത്യ സംസ്കാരമുള്ളവര്, പാശ്ചാത്യ ജനത ഭാരതത്തിൽ വന്നിത് പഠിച്ചപ്പോൾ അവർ ആ ഊർജത്തിനൊരു പേര് നൽകി, കോസ്മിക് എനർജി. എവിടെയാണോ കോസ്മിക് എനർജിയുടെ പ്രവാഹം ഉണ്ടാകുന്നത്, എവിടെയാണോ കോസ്മിക് എനർജിയുടെ സംഭരണം ഉണ്ടാകുന്നത്, അവിടെ വരുന്നവരുടെ മനസ്സ് ശുദ്ധമാകും. അവിടെ വരുന്നവരുടെ തലച്ചോറ്, അവരുടെ ബുദ്ധി വികസിക്കും, അവരുടെ കോശങ്ങൾ നല്ല പ്രവർത്തന സജ്ജമാകും, അവരുടെ രക്തചംക്രമണം വർദ്ധിക്കും, അവർക്ക് BP കുറയും, അവർക്ക് കൊളസ്ട്രോൾ കുറയും, അവരുടെ ടെൻഷൻ കുറയും, അവർ നല്ല ബുദ്ധിയുള്ളവരാകും, അവർ നല്ല തേജസ്സുള്ളവരാകും. പറഞ്ഞത് ഭാരതീയരല്ല കേട്ടോ. ഭാരതീയർ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയല്ലോ. സായിപ്പന്മാർ വന്ന് ഇവിടെ വലിയ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് പഠിച്ചിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എവിടെയാണോ കോസ്മിക് എനർജി ഉള്ളത്, എവിടെയാണോ കോസ്മിക് എനർജി ഉള്ളത്, അവിടെ ബുദ്ധിയുടെ, അവിടെ ശക്തിയുടെ ഉയർച്ചയുണ്ടാകും. ഇതേ കോസ്മിക് എനർജിയുടെ പാക്കറ്റുകളാണ് ഗുരുവിൻ്റെ കൃതികൾ, പ്രത്യേകിച്ച് ബാഹുലേയാഷ്ടകം.